പണ്ടൊക്കെ ഇപ്പം ഉള്ള ആൾ ഞാൻ ഒരു 50 മുതൽ ജോലി ചെയ്ത് തുടങ്ങിയപ്പം ചേട്ടനായാലും രവിയേട്ടനായാലും ഒക്കെ ആകുമ്പം നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, എന്ത് പിടിക്കുമ്പോൾ ആദ്യം എന്ത് പിടിക്കും. അവനോട് ഇവിടെ അങ്ങനെ നമുക്കൊരു ഫോക്കസ് ആയതുകൊണ്ട് കൊള്ളാലോ. ഒരു സൂത്രം ഞാൻ ചെയ്ത് പറഞ്ഞോട്ടെ. ഞാൻ AVM RRൽ ഒരു പാട്ട് എഴുതാൻ പോവുകയാണ്. പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ്. ഞാൻ 12:30 എത്തി. അപ്പോൾ പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ്. വയലിനിൽ ലിറിക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയിട്ടില്ല, സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ചെന്നു, ജേട്ടൻ സുജാതയും പേപ്പറുമായിട്ടിരിക്കുന്നു. ലിറിക് റൈറ്റർ കോഴിക്കോട് അല്ല ഫ്ലൈറ്റിലെത്തി. ഇതെന്താ കഥ എന്നറിയോ എനിക്ക്. സുജാത എന്നോട് ചോദിച്ചു, ഗിരിചേട്ടാ എന്താ എഴുതിയിരിക്കുന്നത്? ചേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ പോർഷൻ ഏതാണെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പോർഷനാണെന്ന് എനിക്കറിഞ്ഞൂടെ, ഇതെന്താ കഥ എന്നോ. രവിയേട്ടൻ പാട്ടെടുക്കുന്നു അവിടെ. ഏതെന്നറിയാം, അതിൻ്റെ ഒന്നുകൂടി വേണം മോനെ. ഇത് എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ മനസ്സിലായിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ഇതെന്താ കഥ എന്ന് വെച്ചപ്പോൾ ഡയറക്ടർ ഊണ് കഴിക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ടാമത്തെ പേന എടുത്തു ഞാൻ. ആദ്യത്തെ പേന തൊട്ടില്ല. പക്ഷേ എന്തായാലും കേട്ടാ. അപ്പോൾ അസിസ്റ്റൻ്റ് സിറ്റുവേഷൻ പറഞ്ഞു തന്നു. വൃദ്ധനായൊരു മനുഷ്യൻ, അയാൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂൾ കണ്ടിട്ടില്ല. ഒരു ആലപ്പുഴക്കാരനാണ്, കുട്ടനാട്ടുകാരൻ, കർഷകനാണ്. അയാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. വളരെ സന്തോഷമായി. അയാളുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു. ഇനിയിപ്പോൾ മഴ അങ്ങോട്ട് കഴിഞ്ഞാൽ തുടങ്ങാനുള്ള അർത്ഥത്തിലായി. ഇവർ രണ്ടാളും കൂടി കള്ളും കൂടുമായിട്ട്, രണ്ടാളും ഇങ്ങ എന്നുള്ള വാക്കെടുത്ത് അറിയാത്ത ആളാണ്. കായലിൻ്റെ അകത്തൂടി പാടി പോകണം. അതാണ് രവിയേട്ടൻ ട്രാക്ക് പാടി വെച്ചിരിക്കുന്നത്. എന്തെഴുതും ഞാൻ ഈ പെട്ടെന്ന് സാങ്കടി. ഇവർക്കൊരു പ്രണയകാലമൊക്കെ ഉണ്ടാവില്ലേ? മകളുടെ അച്ഛനായെങ്കിലും അവർ കാലം. കാട്ടുമാക്കാൻ കേശുവിന് കൂട്ടിരിക്കും പെണ്ണൊരുത്തി കാക്കരത്തി പൂമരക്കാത്തി. പാടി അതേമായിട്ട് ഒന്നുകൂടി വേണം. പണ്ട് പണ്ട് നമ്മ രണ്ടും കണ്ട് കണ്ട് മോഹിച്ചൊരു ചെമ്പരത്തി പൂമരക്കാത്തി. അടുത്ത് കള്ള് ചെന്നാൽ ഉള്ളിനുള്ളിൽ നൊരയിടുന്നോള്. അതേമാതിരി ഒന്നുകൂടി വേണം. അവൾക്ക് ഊരിരുട്ടിലെ രാത്രിത്തിൽ കുളിരിടുന്നോള്.